നമസ്കാരം. നമ്മളിന്ന് കേരള ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. BA No 6164 of 2025. കേസ് സനൽ സതീഷ് എന്നൊരാൾക്കെതിരെയാണ്. സംഭവം ഏതാണ്ട് 25 കിലോ കഞ്ചാവ്, അതായത് വാണിജ്യപരമായ അളവിലെ കടത്തി എന്നതാണ്. NDPS ആക്ട് പ്രകാരമുള്ള കേസ്. അതെ. അപ്പോ നമ്മുടെ മുന്നിൽ ഈ കേസിന്റെ രേഖകളുണ്ട്. ഇവിടെ ഒരു പ്രധാന ചോദ്യം വന്നു, നിയമപരമായ ഒരു ചോദ്യം. അന്വേഷണം പൂർത്തിയാക്കി ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ ഒരു സമയപരിധിയുണ്ടല്ലോ, 180 ദിവസം. ശരിയാണ്. ആ അവസാന ദിവസം ഒരു അവധി ദിവസമായാൽ എന്ത് സംഭവിക്കും? പ്രതിക്ക് കിട്ടേണ്ട ആ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം അത് നഷ്ടപ്പെടുമോ? ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. തീർച്ചയായും ഇത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്, പ്രത്യേകിച്ചും നമ്മുടെ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ. അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS, അതിന്റെ സെക്ഷൻ 187(3), പിന്നെ NDPS ആക്ടിലെ സെക്ഷൻ 36A(4). ഇത് രണ്ടും വെച്ചാണ് ഈ 180 ദിവസത്തെ കാലാവധി വരുന്നത്. ഈ വാണിജ്യ അളവിലുള്ള കേസുകളില്. അതെ, വാണിജ്യ അളവിൽ ലഹരി പിടിക്കുമ്പോൾ 180 ദിവസത്തിനകം അന്തിമ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവികമായി ജാമ്യത്തിന് അർഹതയുണ്ട്. അതാണ് നിയമം. ശരി. ഈ കേസിൽ അറസ്റ്റ് നടന്നത് 16/10/2024 അപ്പോൾ 180 ദിവസം കണക്കുകൂട്ടുമ്പോൾ അത് അവസാനിക്കുന്നത് 13/04/2025. അതൊരു ഞായറാഴ്ചയായിരുന്നു അല്ലേ? അതെ, അത് ഞായറാഴ്ചയായിരുന്നു. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 14 വിഷുവിന്റെ അവധിയും വന്നു. ഓഹോ, അപ്പൊ അതാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു സങ്കീർണമാക്കിയത്. അതെ, അവിടെയാണ് ആ നിയമപ്രശ്നം വരുന്നത്. അപ്പോൾ 180 ദിവസം തീർന്നത് ഏപ്രിൽ 13 ഞായറാഴ്ച. അടുത്ത ദിവസം ഏപ്രിൽ 14 വിഷു അവധി. പ്രോസിക്യൂഷൻ റിപ്പോർട്ട് കൊടുത്തത് ഏപ്രിൽ 15. ശരിയാണ്, അതായത് 182-ാം ദിവസം. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ള അവസാന തീയതി അവധിയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഒരു ചിന്ത വരാം. അത് തന്നെ. പ്രോസിക്യൂഷൻ ആ ഒരു വാദമാണ് മുന്നോട്ട് വെച്ചത്. 1897 ജനറൽ ക്ലോസസ് ആക്ട് അതിലെ സെക്ഷൻ 10 പ്രകാരം അവസാന തീയതി ഒരു പൊതു അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വരെ സമയം നീട്ടിക്കിട്ടുമെന്ന്. അതുകൊണ്ട് ഏപ്രിൽ 15 റിപ്പോർട്ട് കൊടുത്തത് നിയമപരമായി ശരിയാണ്, പ്രതിക്ക് ജാമ്യത്തിന് അർഹതയില്ല എന്നും അവർ വാദിച്ചു. ഒറ്റനോട്ടത്തിൽ അത് ശരിയാണെന്ന് തോന്നാം. കാരണം സർക്കാർ ഓഫീസുകളും കോടതികളുമൊക്കെ അവധി കഴിഞ്ഞല്ലേ പ്രവർത്തിക്കൂ. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. എന്തായിരുന്നു കാരണം? അവിടെയാണ് കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവ് നടത്തിയത്. ഈ BNSS സെക്ഷൻ 187(3) ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാൻ, അതായത് തടങ്കൽ നീട്ടാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാരത്തിനാണ് സമയപരിധി വെക്കുന്നത്. 180 ദിവസം വരെ നീട്ടാമെന്ന്. ഓക്കെ. അല്ലാതെ പ്രോസിക്യൂഷൻ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി അല്ല അത് നേരിട്ട് നിർദ്ദേശിക്കുന്നത്. അതൊരു വ്യത്യാസമുണ്ടല്ലേ? അതെ. ജനറൽ ക്ലോസസ് ആക്ടിലെ ആ സെക്ഷൻ 10 ബാധകമാകണമെങ്കിൽ ഒരു നിയമമനുസരിച്ച് ഒരു പ്രവൃത്തി ഒരു കോടതിയിലോ ഓഫീസിലോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരിക്കണം. ശരി. ഇവിടെ BNSS 187(3) റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമയപരിധി കൽപ്പിക്കുകയല്ല, മറിച്ച് ആ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പ്രതിക്ക് കിട്ടുന്ന ഒരു അവകാശത്തെപ്പറ്റിയാണ് പറയുന്നത്, ജാമ്യമെന്ന അവകാശം. അതായത് ഒന്നോ മജിസ്ട്രേറ്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട പരിധി, മറ്റേത് പ്രതിക്ക് ലഭിക്കുന്ന ഒരു അവകാശം. ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. കോടതി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, വ്യക്തിസ്വാതന്ത്ര്യമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അഥവാ നിയമപരമായ ജാമ്യമെന്നത് പ്രതിക്ക് നിയമം നൽകുന്ന ഒരു അവകാശമാണ്. അത് നിരുപാധികമാണോ? അതൊരു നിരുപാധികമായ അവകാശമായി മാറുകയാണ്. ആ 180 ദിവസം കഴിയുമ്പോൾ ഒരു ഓഫീസ് അവധിയായിരുന്നു എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് ആ അവകാശം വൈകിപ്പിക്കാൻ പറ്റില്ല. ഈ കേസൊക്കെ കോടതിയുടെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോ വളരെ വ്യക്തമായി കോടതി പറഞ്ഞു, ആ 180 ദിവസം പൂർത്തിയായാൽ അത് അവധി ദിവസമാണെങ്കിൽ പോലും പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള അവകാശം അവിടെ നിലനിൽക്കുന്നു, അത് നഷ്ടപ്പെടുന്നില്ല. അതെ, ആ അവകാശം സമ്പൂർണവും നിരുപാധികവുമാണെന്നാണ് കോടതി പറഞ്ഞത്. ജനറൽ ക്ലോസസ് ആക്ടിലെ സെക്ഷൻ 10 വെച്ച് പ്രോസിക്യൂഷന് ഈ അവകാശത്തെ മറികടക്കാൻ കഴിയില്ല. വ്യക്തിസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ കർശനമായ നിലപാട് തന്നെ വേണം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത BNSS സെക്ഷൻ 187(3),
NDPS ആക്ട് സെക്ഷൻ 36A(4) എന്നിവ പ്രകാരമുള്ള ആ നിർബന്ധിത തടങ്കൽ കാലാവധി തീരുന്ന ദിവസം ഒരു പൊതു അവധിയാണെങ്കിൽ പോലും പ്രതിയുടെ നിയമപരമായ ജാമ്യത്തിനുള്ള അവകാശം നിലനിൽക്കും. ജനറൽ ക്ലോസസ് ആക്ട് സെക്ഷൻ 10 ഇവിടെ ബാധകമല്ല. അതുകൊണ്ട് ഈ കേസിൽ സനൽ സതീഷിന് ഹൈക്കോടതി സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അനുവദിക്കുകയും ചെയ്തു. അതെ, ഈ വിധി നിയമപരമായി ഒരു വ്യക്തത നൽകുന്നുണ്ട്. അതോടൊപ്പം ഇത് നമ്മളെ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ചിന്തിപ്പിക്കുന്നുണ്ട്, അല്ലേ? എന്താണത്? ഈ നിയമപരമായ സമയപരിധികളൊക്കെ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളോട് ചേർന്ന് വരുമ്പോൾ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ ഇതെങ്ങനെ സ്വാധീനിക്കും? ശരിയാണ്. അതൊരു പ്രായോഗിക പ്രശ്നമാണ്. അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചിലപ്പോൾ ശരിക്കും തടസ്സങ്ങളുണ്ടാവാം. അപ്പോൾ നിയമം കർശനമായി പാലിക്കുമ്പോൾ തന്നെ അന്വേഷണങ്ങളുടെ കാര്യക്ഷമതയെ ഇത് ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രായോഗികമായ ക്രമീകരണങ്ങൾ ആവശ്യമുണ്ടോ? അതൊരു തുടർ ചിന്തയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. തീർച്ചയായും. നിയമം വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുമ്പോൾ തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കേണ്ടതുണ്ട്. ആ ഒരു സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത ഈ വിധി ബാക്കിയാക്കുന്നു. അതെ.